അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസിന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12-ൻ്റെയും റബീഉൽ അവ്വൽ 12-ൻ്റെ രാവിൻ്റെയും എല്ലാ ഹൈറാത്തുകളും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. രോഗം ഉള്ളവരുടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ശമനം നൽകട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. കുട്ടികളില്ലാത്തവർക്ക് നല്ല സ്വാലിഹായ സന്താനങ്ങളെ അള്ളാഹു നൽകട്ടെ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു നല്ല ഹൈറായ ജോലി നൽകട്ടെ. സ്വന്തമായിട്ട് വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീടിൻ്റെ പണി തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും അള്ളാഹു അവരുടെ വീടെന്ന ആ സ്വപ്നം പെട്ടെന്ന് സഫലമാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു അവിടുത്തെ ജീവിതം നല്ല സ്വർഗത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളായ മനുഷ്യർക്കും വലിയ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും ആഘോഷവും ഉള്ള ദിവസമാണ്, രാവാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ൻ്റെ രാവും 12-ൻ്റെ ദിവസവും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിഅമത്താണ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ വലിയ നിഅമത്ത് നമ്മിലേക്ക് വന്നു കിട്ടിയ രാവും ദിവസവുമാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു സന്തോഷവും സമാധാനവും ആഹ്ലാദവും ആഘോഷവുമാണ് എല്ലാ മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ മനസ്സിലും ഉള്ളത്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ പ്രഭാഷണം നടത്തിയിട്ടും വയലുകൾ പറഞ്ഞിട്ടും മറ്റുമൊക്കെ ഈ ദിവസത്തെ ആക്ഷേപിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്, ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. എന്നാൽ ലോകത്തിൽ ഭൂരിഭാഗം മുഅ്മിനീങ്ങളായ ആളുകളും ഈ റബീഉൽ അവ്വൽ 12 എന്ന ദിവസത്തെ വലിയ ആഘോഷമാക്കി കഴിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം അത് ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഈമാൻ ഉള്ള ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വലിയ മുഹബ്ബത്ത് ഉണ്ടാവുകയുള്ളൂ, വലിയ ഇഷ്ടമുണ്ടാവുകയുള്ളൂ, വലിയ സ്നേഹമുണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാർ പറയുന്നു, ലൈലത്തുൽ ഖദറിൻ്റെ രാവിനേക്കാൾ മഹത്വമുള്ള രാവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12-ൻ്റെ രാവ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നീങ്ങി നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടും. നിങ്ങൾ ഈ സൂറത്ത് ഓതി എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അള്ളാഹു അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. നമുക്കൊക്കെയും നമ്മുടെ മനസ്സിൽ പലർക്കും വ്യത്യസ്തങ്ങളായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് ഉള്ളത്. എന്നാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത്. എന്നാൽ ധാരാളം ആളുകൾക്കും അവരുടെ പല ആഗ്രഹങ്ങളും വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹങ്ങളായിരിക്കും. അതൊക്കെയും ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതി വലിയ വിഷമത്തോടുകൂടി അതൊരു സ്വപ്നങ്ങൾ മാത്രമാക്കി അത് തള്ളിക്കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും. ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും. അത് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ടാകും. എന്നാൽ ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരിക്കും നല്ല ഒരു സ്വാലിഹത്തായ ഒരു ഇണയെ കല്യാണം കഴിച്ച് അതിൽ നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളുണ്ടായി ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നല്ല അന്തസ്സോടുകൂടി ജീവിക്കാൻ ആവശ്യമായ
സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്, മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല റോഡുള്ള നല്ല സൗകര്യമുള്ള ഒരു വീട്, അവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നല്ല ഒരു വാഹനം, ഇതൊക്കെയും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇതൊക്കെയും ധാരാളം ആളുകളുടെയും ഒരു ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരിക്കും. എന്നിട്ട് നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് ധാരാളം ആളുകളും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നാൽ ധാരാളം ആളുകൾക്ക് അതൊന്നും ജീവിതത്തിൽ നിറവേറി കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും നാം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, എല്ലാം അള്ളാഹുവിൻ്റെ ഖളാ വേണം. അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ഒരുപാട് വലിയുപ്പമാരും വലിയുമ്മമാരും ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് രോഗം എന്നുള്ളത്. പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ജീവിതത്തിൽ വേദന കൊണ്ട് നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഏറ്റവും ഒരു വലിയ സ്വപ്നമായിരിക്കും അവരുടെ ആ രോഗം ഒന്ന് മാറിക്കിട്ടി നല്ല സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളത്. മാത്രമല്ല കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. കല്യാണം ശരിയാകാതെ വർഷങ്ങളായിട്ട് വീടിനുള്ളിൽ പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. ഇത്തരത്തിലുള്ള സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നല്ല ഒരു സ്വാലിഹത്തായ ഇണയെ കൊടുത്ത് അവർക്ക് നല്ല ഒരു കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും മടിയാണ്. കാരണം അവരുടെ കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളുമൊക്കെ അവരെ വല്ലാത്ത രീതിയിൽ പരിഹസിക്കും. പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും നല്ല മാർക്കോടുകൂടി പാസ്സാകുക എന്നുള്ളത്. അത് വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ധാരാളം കുട്ടികളും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ധാരാളം വഴികൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ എളുപ്പമുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല ഈ കാര്യം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്കതിന് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ്. കാരണം ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകം പരിഗണിച്ച ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വലിയധികം ഇഷ്ടപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഇത്. മാത്രമല്ല അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ദുആക്ക് ഇജാബത്ത് നൽകുന്ന ഒരു മാസം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മൾ ചെയ്താൽ പെട്ടെന്ന് അതിന് ഫലം കിട്ടും എന്ന് പറയാൻ കാരണം, എല്ലാവർക്കും കാണാതെ അറിയുന്ന, എല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ എത്ര വലിയ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആയിക്കോട്ടെ, അത് നമുക്ക് 7 ദിവസം കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല, സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. മാത്രമല്ല അവർ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും മറ്റ് പൈശാചിക ശല്യങ്ങളിൽ നിന്നൊക്കെ
ഒക്കെ ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ശൈത്താൻ്റെ ശല്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശൈത്താന് പിന്നെ നമ്മെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. ശൈത്താൻ നമ്മുടെ അടുത്തേക്ക് പോലും മടിക്കില്ല. അതുകൊണ്ട് തന്നെ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും ചില ആളുകൾക്കുണ്ടാകും വലിയ മടി. അതായത് എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴോ അതുപോലെ തന്നെ ഇബാദത്തെടുക്കാൻ വലിയ മടിയുള്ള ആളുകളുണ്ട്. നിസ്കാരം പോലും നീട്ടി കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതിയാൽ അവരുടെ മടി ഇല്ലാതെയാവുകയും അവർക്ക് പിന്നീട് ഇബാദത്തെടുക്കാനൊക്കെ വലിയ താല്പര്യമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ ജോലികളും അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുകയും ആ ജോലി ചെയ്യാൻ അവർക്ക് വലിയ ഉത്സാഹമുണ്ടാവുകയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ വലിയ മടിയന്മാരൊക്കെ ഈ സൂറത്ത് ആ മടി മാറാൻ എല്ലാ ദിവസവും പതിവാക്കുക. എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ മടിയന്മാർ മല ചുമക്കുമെന്ന് പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ മല ചുമക്കേണ്ടി വരും. നിങ്ങൾക്ക് ഒരിടത്തും ഒന്നിലും ഒരു വിജയമുണ്ടാകില്ല. നിങ്ങൾക്ക് പരാജയം മാത്രം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് മടി ഒഴിവാക്കണം. അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതുക. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുടെ ഹൃദയം ശുദ്ധിയാകും. അതുകൊണ്ട് തന്നെ അവന് വലിയ രീതിയിൽ മനസ്സിന് സമാധാനമുണ്ടാകും, മനസ്സിന് സന്തോഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖം പ്രകാശിക്കും, മുഖത്തിന് വലിയ രീതിയിൽ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. മാത്രമല്ല എല്ലാ രോഗത്തെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കാക്കും. അവരുടെ കുടുംബത്തിൽ നല്ല സന്തോഷവും നല്ല സമാധാനവും നല്ല കുടുംബ ഐക്യവും ഉണ്ടാകും. അപ്പോൾ ഇത്രയധികം നേട്ടങ്ങളുള്ള ആ സൂറത്ത് ഏതാണ് എന്ന് അറിയണ്ടേ? ധാരാളം ആളുകൾക്കും കാണാതെ അറിയുന്ന, ധാരാളമായിട്ടും നമ്മൾ ജീവിതത്തിൽ ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട്, എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും പതിവായി ഓതുന്ന ആളുകൾക്ക് അവൻ്റെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് നിറവേറ്റി കൊടുക്കും എന്ന്. സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. യാസീൻ ഓതിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഉറപ്പായിട്ടും നമുക്കത് നൽകും. അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങളുടെ എത്ര വലിയ, നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നടന്നു കിട്ടും. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ യാസീൻ സൂറത്ത് നിങ്ങൾ ഓതുക. മഹാനായ സയ്യിദ് മുഹമ്മദ് ഹക്കും നാസരി റളിയല്ലാഹു അൻഹു പറയുന്നു, യാസീൻ എന്ന പദം നിങ്ങൾ 7 പ്രാവശ്യം ആവർത്തിക്കുക. അതായത് യാസീൻ 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 ഇങ്ങനെ 7 പ്രാവശ്യം ആവർത്തിച്ച് പറയുക. എന്നതിൻ്റെ ശേഷം യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുക. അങ്ങനെ ഓതി 38ാമത്തെ ആയത്ത് എത്തുമ്പോൾ, അഥവാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ഈ ആയത്ത് നിങ്ങൾ 14 തവണ ആവർത്തിച്ച് ഓതുക. എന്നതിൻ്റെ ശേഷം തുടർന്ന് യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുക.
അങ്ങനെ നിങ്ങൾ 58-ാമത്തെ ആയത്ത് എത്തുമ്പോൾ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ഈ ആയത്തെത്തുമ്പോൾ നിങ്ങൾ ഇത് 16 വട്ടം ആവർത്തിച്ച് ഓതുക. തുടർന്ന് യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ ഓതുക. അവസാനമായിട്ട് 81-ാമത്തെ ആയത്തായ അവലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള ബിഖാദിൻ അലാ അൻ യഖ്ലുഖ മിത്ലഹും ബലാ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ഇത് 4 തവണ ആവർത്തിച്ച് ഓതുക. എന്നതിന് ശേഷം നിങ്ങൾ യാസീൻ സൂറത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതി തീർക്കുകയും ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ യാസീൻ സൂറത്ത് സുബഹിക്കോ അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലോ 4 പ്രാവശ്യമോ അല്ലെങ്കിൽ 7 പ്രാവശ്യമോ ഓതുക. ചുരുങ്ങിയതൊരു 4 പ്രാവശ്യമെങ്കിലും ഓതിയിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ട് പറയുക. ഇത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് ഒരു 7 ദിവസം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. ഇത് മഹാനായ സയ്യിദ് മുഹമ്മദ് ഹഖുൻ നാസരി റളിയല്ലാഹു അൻഹു തൻ്റെ കിതാബായ ഖസീനത്തുൽ അസ്റാറിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നിങ്ങൾ ഇത് മറക്കാതെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.